ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബുക്ക് മാർക്കാണ്. അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടൂളിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ആദ്യം നമുക്ക് 6.5 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും 18 സെൻറ്റിമീറ്റർ ലെങ്ത്തും ഉള്ളൊരു റെക്റ്റാങ്കുലർ പീസ് കട്ട് ചെയ്തെടുക്കുക. കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കാം. ഞാൻ ചാർട്ട് പേപ്പറിൽ നിന്നാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അതിനൊരു ബോർഡർ വരച്ചു കൊടുക്കുക. അതിന് 2 സെൻറ്റിമീറ്ററിനൊന്നുമില്ല, ഒരു 1 സെൻറ്റിമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. അത്രയും വെച്ചിട്ട് ആ ഒരു ഡിഫറൻസ് ഇട്ടിട്ട് ബോർഡർ വരച്ചു കൊടുത്താൽ മതി. പിന്നെ ഗൈസ്, ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സൽഫ, സമൽ ഇവർ രണ്ടുപേരും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ്. പിന്നെ അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ ബോർഡർ കൊടുത്ത് കഴിയുമ്പോൾ ഉണ്ടാവാം. എന്നിട്ട് നമുക്ക് ഇനി ടുളിപ്പ് വരച്ചു കൊടുക്കണം. അപ്പം ഞാൻ ജസ്റ്റ് ഒരു പിൻട്രസ്റ്റിൽ കണ്ട ഒരു ടുളിപ്പാണ് വരച്ചു കൊടുക്കണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടുളിപ്പ്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് നോക്കി വരയ്ക്കുക. ഇനി നമുക്ക് കളർ കൊടുക്കുക. അപ്പം ഞാൻ ആദ്യം ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഗൈസ്, ഗ്രീൻ കളർ കൊടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇനി നമുക്ക് പിങ്ക് കളർ കൊടുക്കുക. നല്ലൊരു ഗ്രീനാണ്, അതൊന്നും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നേരിട്ട് കാണാനാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ കളർ അടിക്കുന്നതോടെ നമ്മുടെ ഫൈനൽ ലുക്ക് ആവുന്നില്ല. അപ്പം നമ്മൾ പിങ്ക് കളർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. ഔട്ട്ലൈൻ മാത്രമല്ല, അതേപോലെ ജസ്റ്റ് കുറച്ച് ലൈൻസ് കൂടി എക്സ്ട്രാ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് വരച്ച് തന്നിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ലൈൻസും വരച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് തീർന്നുകൊണ്ട് അത് റെക്കോർഡായില്ല ഗൈസ്. ഞാൻ വിചാരിച്ചത് റെക്കോർഡായെന്ന് വിചാരിച്ച് ഞാൻ ഭയങ്കര വരക്കലായിരുന്നു. പക്ഷെ പിന്നെ നോക്കിയപ്പോൾ സ്റ്റോറേജ് ഫുള്ളൊന്നും പറഞ്ഞ് കാണിച്ച്. ഇപ്പം ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി, കട്ട് ചെയ്തെടുക്കണം. അതാണ് ഈ ഒരു ബുക്ക് മാർക്കിൻ്റെ ഹൈലൈറ്റ്. അപ്പം ഈ ടുളിപ്പിൻ്റെ ഇടയിലുള്ള പാർട്ട്, അതായത് ബോർഡറിൻ്റെ ടുളിപ്പിൻ്റെ ഇടയിലുള്ള പാർട്സൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇതേപോലെ ടേബിളിൽ വെച്ച് ചെയ്യാത്തായിരിക്കും നല്ലത്, കാരണം അല്ലെങ്കിൽ ടേബിളൊക്കെ നാശാവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ടേബിളാണ് 2-3 വരെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ഓരോന്ന് ചെയ്യാം. പയ്യെ ചെയ്താൽ മതി. കുഞ്ഞു പിള്ളേരൊക്കെയാണ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാരൻസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ കുറച്ചുകൂടി മുതിർത്തവർ ആരെങ്കിലും അടുത്തോ പറഞ്ഞ് കട്ട് ചെയ്യണതാണ് കേട്ടോ നല്ലത്. നിങ്ങളുടെ കൈയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. നിങ്ങളാരും ഇത് കത്തി കൊണ്ടുള്ള പണിയൊന്നും ചെയ്യരുത്. നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫൈനൽ ലുക്ക് സ്കിബിലൻ. നിങ്ങൾ അത് കാണാൻ വെയിറ്റ് ചെയ്തോളൂ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എനിക്ക് തോന്നുന്നു ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് മേലെ കാണാൻ പറ്റുന്നില്ല. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.